വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. നമ്മെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച്, കർത്താവായ യേശുവേ, ഇവരെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ ഏറ്റെടുക്കണമേ, നീ ഇവരെ വിശുദ്ധീകരിക്കണമേ. തകർന്ന ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഇവർക്ക് ഒരു പ്രത്യാശയായി, ആശ്വാസമായി, വിടുതലായി നീ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നിലുള്ള വലിയ വിശ്വാസത്തിൽ ഇവിടെ വളർത്തണമേ. ഇവരുടെ ജീവിതങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവേ നീ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയാൽ ഇവരെ നയിക്കണമേ, താങ്ങണമേ, നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പേരുള്ള വിശുദ്ധന്മാരെ, വിശുദ്ധകളെ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇവർക്കായി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചിന്താവിഷയം സകലതും നന്മയ്ക്കായി മാറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹം
എന്നതിനെ കുറിച്ചാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന്. സകലതും ഒരു ദൈവഭക്തന്റെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല അനുഭവങ്ങളും സകല തകർച്ചകളും നന്മയ്ക്കായി ദൈവം മാറ്റിത്തരുന്നു, അത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരുടെ ജീവിതത്തിലാണ് എല്ലാ കാര്യങ്ങളും, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല കാര്യങ്ങളും, നെഗറ്റീവോ പോസിറ്റീവോ ആയ അനുഭവങ്ങളായിക്കോട്ടെ, അവയൊക്കെ ഉപരി നന്മയ്ക്കായി മാറുന്നത് എപ്പോഴാണ് മാറ്റപ്പെടുന്നത്? ആരുടെ ജീവിതത്തിലാണ് എല്ലാ തകർച്ചകളും വിജയമായി, ഉയർച്ചയായി മാറ്റപ്പെടുന്നത്? തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ. ഈ വചനം പെട്ടെന്ന് ഓടിച്ചു വിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ ധരിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്, ദൈവം സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ എന്ന്. ദൈവം സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ. കാരണം ദൈവം സകലരെയും സ്നേഹിക്കുന്നു. ജാതി വ്യത്യാസമില്ലാതെ മാനവകുലത്തെ മുഴുവൻ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം മാനവരാശിയെ മുഴുവൻ സ്നേഹിച്ചു കഴിഞ്ഞു. നല്ലവരെ മാത്രമല്ല, പാപികളായിരിക്കെ സകലരെയും ദൈവം യേശുക്രിസ്തു മുഖാന്തരം സ്നേഹിച്ചു കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ദൈവം സ്നേഹിക്കാത്ത വ്യക്തികളില്ല. ഇന്നും ഇപ്പോഴും ദൈവത്തെ അറിയാതെ, ദൈവത്തോട് മറുതലിച്ച് പാപത്തിൽ തന്നെ തുടരുന്ന വിശ്വാസികളെന്ന് പറയുന്ന, പാരമ്പര്യവാദികളെന്ന് പറയുന്ന, ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ആ വ്യക്തികളെയും ദൈവം ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം ഇപ്രകാരം ഇങ്ങനെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലല്ല സകലതും നന്മയ്ക്കായി മാറ്റപ്പെടുന്നത്. പിന്നെയോ, ദൈവത്തെ ആര് സ്നേഹിക്കുന്നു? ദൈവത്തെ അങ്ങോട്ട് സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിലാണ് ദൈവം തമ്പുരാൻ അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും, തകർച്ചകളായിക്കോട്ടെ, വീഴ്ചകളായിക്കോട്ടെ, ഒറ്റപ്പെടുത്തലുകളായിക്കോട്ടെ, കാരാഗ്രഹമായിക്കോട്ടെ, വാളായിക്കോട്ടെ, ഒരു മാറാ രോഗമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, എന്തു തന്നെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും അവയെ നന്മയ്ക്കായി അല്ല, ഉപരി നന്മയ്ക്കായി മാറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ദൈവം മാറ്റുകയും ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വചനം കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയ ദൈവജനമേ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്.
നമ്മളെല്ലായിടത്തും ഓടാറുണ്ട്. കൺവെൻഷൻ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്. ധ്യാനങ്ങൾ മാറി മാറി കൂടാറുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ഓടാറുണ്ട്. മലകൾ കയറാറുണ്ട്, എണ്ണയൊഴിക്കാറുണ്ട്, പൂമാല ഇടാറുണ്ട്, പാക്കറ്റ് കണക്കിന് തിരികളും കത്തിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആത്മപരിശോധന ചെയ്യണം. നാം നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇതൊന്നും ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമല്ല. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം എന്താ? യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം. 1 യോഹന്നാൻ 5:3 വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അർത്ഥം എന്ന്. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കുറെ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, മത അനുഷ്ഠാനങ്ങൾ മുറയ്ക്ക് ചെയ്യുക എന്നുള്ളതല്ല, ധ്യാനങ്ങൾ മാറി മാറി കൂടുക എന്നുള്ളതല്ല. ഇതൊന്നും ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമല്ല. വിശുദ്ധ ബൈബിൾ എന്ത് നമ്മളെ പഠിപ്പിക്കുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പൊ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അപ്പനെ സ്നേഹിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? അപ്പൻ പറയുന്നത് അനുസരിക്കും. അമ്മയെ സ്നേഹിക്കുന്ന ഏതൊരു ദൈവ പൈതലും ഏത് മക്കളും സ്നേഹിക്കുന്നുണ്ടു എങ്കിൽ അമ്മയെ അനുസരിക്കും. അമ്മയെ അനുസരിക്കാൻ അവൻ കൂടുതൽ താല്പര്യം കാണിക്കും. ഇതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസി, പ്രിയ ദൈവ പൈതലേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ദൈവ കൽപ്പന അനുസരിക്കുവാൻ എത്രമാത്രം തന്ത്രപ്പെടാറുണ്ട്, താല്പര്യപ്പെടാറുണ്ട്? ദൈവ കൽപ്പന അനുസരിക്കാൻ നിങ്ങൾ എത്രമാത്രം താല്പര്യമെടുക്കാറുണ്ട്? ആ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ കൽപ്പന, ദൈവഹിതം, അതാണ് എഴുതപ്പെട്ട് വിശുദ്ധ ബൈബിളായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളത് വായിക്കാറുണ്ടോ? അത് ധ്യാനിക്കാറുണ്ടോ? അത് പഠിക്കാറുണ്ടോ? അതനുസരിക്കാറുണ്ടോ? നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ. മദ്യപിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ മദ്യപിക്കുകയില്ല, തെറി പറയുകയില്ല, ശപിക്കുകയില്ല, ഭാര്യയെ ഉപദ്രവിക്കുകയില്ല. ഞായറാഴ്ച ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കും. വിശുദ്ധ ബലിയിൽ ഏറ്റവും ഒരുക്കത്തോടെ വിശുദ്ധ ബലിയിൽ നീ ഒരു പങ്കാളിയായി മാറ്റപ്പെടും. കുടുംബ പ്രാർത്ഥന മുടക്കുകയില്ല. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. ആത്മീയ കാര്യങ്ങളിൽ നിന്ന് തൽപരനായി മാറും. അശുദ്ധിയിൽ നിന്നും പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും നീ ഏറെ അകന്ന് നീ ജീവിക്കുന്നവനായി മാറും. ദൈവത്തെ എങ്ങനെയാ നമുക്ക് സ്നേഹിക്കാൻ പറ്റുക? ദൈവത്തിൻ്റെ ഹിതത്തെ, ദൈവ ഇഷ്ടത്തെ, ദൈവ കൽപ്പനകളെ അനുസരിക്കുന്നതിലൂടെ. അപ്പോൾ അനുസരിക്കുന്നവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ. ദൈവസ്നേഹികളെ എങ്ങനെ തിരിച്ചറിയാം? അവൻ ദൈവത്തിൻ്റെ വചനത്തെ അവൻ സ്നേഹിക്കും, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അവൻ സ്നേഹിക്കും, ദൈവ കൽപ്പനകളെ അനുസരിക്കുവാൻ അവൻ കൂടുതൽ ജാഗ്രതയുള്ളവനായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ ഇപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ പിൻപറ്റുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഏത് തകർച്ചകൾ ഉണ്ടായാലും
അവയെ ദൈവം നന്മയ്ക്കായി, ശ്രേഷ്ഠമായ ഒരു പദ്ധതിക്കായി ദൈവം മാറ്റും. ദൈവത്തിന് മാറ്റുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദാനിയേലിനെ കുറിച്ച് നമുക്കറിയാം. ദാനിയേൽ അവൻ നബൂഖദ്നേസർ രാജാവ് ഒരു വിളംബരം ചെയ്തു. നാളെ മുതൽ ഞാൻ ഉണ്ടാക്കിയ ബിംബത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അവൻ വിളംബരം ചെയ്തു. എന്നാൽ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും നാട് ഭരിക്കുന്ന, രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് അവനുണ്ടാക്കിയ ബിംബത്തെ ആരാധിച്ചപ്പോൾ ദൈവഭക്തനായ, ദൈവവിശ്വാസിയായ, ദൈവത്തെ സ്നേഹിച്ചിരുന്ന ദാനിയേൽ എന്തു ചെയ്തു? തൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് ജെറൂസലേമിൻ്റെ നേരെ തുറന്നു കടന്ന ആ കവാടത്തിൻ്റെ വാതിൽക്കൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് തൻ്റെ ദൈവത്തോട് ദിവസേന 3 നേരം തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സത്യ ദൈവത്തെ ആരാധിച്ചു. തല പോയാലും വേണ്ടില്ല, ഞാൻ രാജാവിനെ അനുസരിക്കുകയല്ല, രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ ആരാധിക്കുകയെല്ലാം തീരുമാനമെടുത്തു. 2-3 പ്രമാണിമാര് ഇത് കണ്ടിട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിന്റെ കൽപ്പന ലംഘിച്ച ഈ ദാനിയേലിന് നീ ശിക്ഷ നടപ്പാക്കണ്ടേ? ഉടനെ രാജാവ് അവനെ വിളിച്ചു വരുത്തി. എൻ്റെ കൽപ്പന ലംഘിച്ച നിനക്കുള്ള ശിക്ഷ എന്താണ്? സിംഹക്കുഴിയിൽ എറിയപ്പെടുക. അവനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു രാജാവ്. അനേക ദിവസങ്ങൾ പട്ടിണിക്ക് കടന്ന സിംഹത്തിൻ്റെ കൂട്ടിലേക്കാണ് ഇവരെ എടുത്ത് എറിഞ്ഞത്. എന്നാൽ പ്രിയമുള്ളവരെ, രാവിലെ ചെന്ന് സിംഹക്കൂട്ടിലേക്ക് രാജാവ് നോക്കുമ്പോൾ സിംഹങ്ങളുടെ മധ്യേ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ദാനിയേലിനെയാണ് രാജാവ് കണ്ടത്. രാജാവിന് മനസ്സിലായി, യവന്റെ ദൈവമാണ് യഥാർത്ഥത്തിലുള്ള ദൈവം, ഒരു സത്യ ദൈവം യവന്റെ ദൈവമാണ്. രാജാവിൻ്റെ കണ്ണ് തുറന്നു സത്യം മനസ്സിലാക്കി. ദാവീദിനെ ആ കൂട്ടിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. എന്നാൽ അടുത്ത നിമിഷം യവനെ കുറ്റക്കാരനായി ഈ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി അവനെതിരെ പരാതി പറഞ്ഞ 3 പ്രമാണിമാരുണ്ട്. അവരെയും അവരുടെ കുടുംബങ്ങളെയും രാജാവിതാ ദാനിയേൽ കടന്ന് കൂട്ടിലേക്ക്, സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇതാ വലിച്ചെറിയുക ചെയ്യുന്നത്. ബൈബിൾ പറയുന്നു, അവരെ നിലത്ത് വീഴുന്നതിന് മുൻപേ, മോളീന്ന് താഴോട്ട് എറിയുക, നിലത്ത് വീഴുന്നതിന് മുൻപേ ആകാശത്ത് വെച്ച് തന്നെ ഈ സിംഹങ്ങൾ അവരെ ചാടിപ്പിടിച്ച് അടിച്ച് കൊടഞ്ഞ് കൊന്നുകളഞ്ഞു എന്ന്. നിലം തൊടിയിച്ചില്ല. ഹല്ലേലൂയ. അതെ, ഒരേ സിംഹക്കുഴി തന്നെ, ഒരേ സിംഹം തന്നെ ഒരാൾക്ക് അനുഗ്രഹത്തിന് കാരണമായി, രക്ഷയ്ക്ക് കാരണമായി, മറ്റു ചിലർക്ക് ശിക്ഷയ്ക്ക് കാരണമായി. ഇതാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലേ, ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് നീ മുന്നോട്ട് പോകുന്ന വ്യക്തിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവമായി മറ്റുള്ളവർ നിനക്കെതിരെ ആരോപണങ്ങളുമായി വന്നാലോ അതൊന്നും വിലപ്പോകുകയില്ല. ദൈവം നിന്റെ കൂടെയുണ്ട്. നീ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവയെല്ലാം നന്മയ്ക്കായി മാറ്റുവാൻ, ഉപരി നന്മയ്ക്കായി പരിണമിപ്പിക്കുവാൻ കഴിവുള്ള, ജയം നൽകാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം എന്ത് ചെയ്യണം? നാം പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യേണ്ട. നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: ദൈവത്തെ സ്നേഹിക്കുക. എങ്ങനെ? കൽപ്പനകൾ അനുസരിച്ച്, ദൈവ പ്രമാണങ്ങൾ അനുസരിച്ച്, ദൈവഹിതം എന്താണോ ആ ദൈവത്തിൻ്റെ ഹിതമനുസരിക്കുക. നാട്ടുകാരെന്ത് പറയുന്നു, കൂട്ടുകാരെന്ത് പറയുന്നു, സമൂഹം എന്ത് പറയുന്നു, പാരമ്പര്യം എന്ന് പറയുന്നു, സമൂഹത്തിലോട്ട് നീ നോക്കരുത്.
ലോകം മുഴുവൻ അങ്ങോട്ട് ഓടുന്നു, നീ അങ്ങ് ഓടാൻ പോകരുത്. മനസ്സിലായോ? ദൈവത്തെ സ്നേഹിക്കുന്നവൻ സമൂഹത്തിലോട്ട് നോക്കിയല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ നാട്ടുകാരെന്തു പറയുന്നു അവരുടെ അഭിപ്രായം നോക്കിയല്ല. ഏത് കാര്യത്തിലും ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ അഭിപ്രായം എന്താ, ഈ കാര്യത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമെന്താണ് എന്ന് മാത്രമാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അന്വേഷിക്കുന്നത്. പെരവെക്കുമ്പോൾ, കല്ലിടുമ്പോൾ, പെരവാസ്തോലി നടത്തുമ്പോൾ ആശാരിയുടെ സമയമല്ല ചോദിക്കുന്നത്, ആശാരിയോടല്ല ആലോചന ചോദിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ആദ്യം ദൈവത്തോടാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എല്ലാറ്റിനും എപ്പോഴും ഏത് സമയവും ദൈവഹിതം അന്വേഷിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്ന ആ വ്യക്തിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ. അവൻ്റെ ജീവിതത്തിൽ അവനറിയാതെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങളെ പോലും നന്മയ്ക്കായി മാറ്റുവാൻ നല്ല ദൈവത്തിന് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുക, ദൈവവചനത്തിൽ വിശ്വസിക്കുക. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ വേദനകളെ, തകർച്ചകളെ, നൊമ്പരങ്ങളെ, രോഗങ്ങളെ, കടബാധ്യതകളെ, കുടുംബത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളെ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. വിവാഹ തടസ്സമുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളില്ല എങ്കിൽ, ഒരു വീട് വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കടബാധ്യതയിലാണെങ്കിൽ, ചില രോഗത്തിന് അടിമത്തത്തിലാണെങ്കിൽ, ദുശീലങ്ങളാണെങ്കിൽ നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവേ, നിന്നെ സ്നേഹിക്കാൻ ഞാൻ മറന്നുപോയി, നിന്നെ സ്നേഹിക്കാൻ ഞാൻ മറന്നുപോയി, നിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ ഞാൻ മറന്നുപോയി, നിന്റെ കൽപ്പനകൾ പലപ്പോഴും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നത് പല ആചാര അനുഷ്ഠാനങ്ങളും ചെയ്യുന്നതാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, കരുണ തോന്നണമേ. നിങ്ങളുടെ എല്ലാ നഷ്ടങ്ങളെയും, എല്ലാ കുറവുകളെയും, എല്ലാ രോഗങ്ങളെയും, തകർച്ചകളെയും, കണ്ണുനീരിനെയും യേശുവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. ഇവരുടെ തകർച്ചകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, നഷ്ടങ്ങളിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം എന്ന് അറിയപ്പെടട്ടെ. സകലത് ഉപരി നന്മയ്ക്കായി മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതന്റെ ശക്തി ഇവിടെ ബലഹീനതയിൽ വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറാ രോഗങ്ങൾ മാറട്ടെ, കണ്ണുനീര് സന്തോഷമായി മാറട്ടെ, പരാജയങ്ങൾ വിജയമായി മാറട്ടെ, താഴ്ചകൾ ഉയർച്ചയായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബ ജീവിതത്തിൽ പരാജയങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ അത്ഭുതം പ്രവർത്തിക്കണമേ. കർത്താവേ, വൻ കൃപ ഇവരുടെ മേൽ ഒഴുകട്ടെ. ഇവരുടെ കുടുംബങ്ങളുടെ മേൽ, തൊഴിലിന്റെ മേൽ, ബിസിനസിന്റെ മേൽ, ദാമ്പത്യ ബന്ധങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ സ്നേഹിക്കുവാൻ, നിന്റെ കൽപ്പനയെ അനുസരിക്കുവാൻ കൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കൃപചരിഞ്ഞനായി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.
മലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.